ഹായ് ഫ്രണ്ട്സ്, ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഓരോ മൂലയിലും പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റുന്നത്. നമ്മുടെ ബെഡ്റൂമിൽ കണ്ണാടി വെക്കുന്നത് നല്ലതാണോ? പ്രത്യേകിച്ച് നമ്മുടെ ബെഡിന് നേരെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഇത് നമുക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ മിറേഴ്സ് ഇൻ ഫെങ്ഷുയി പ്രകാരം ഫെങ്ഷുയിൽ കണ്ണാടിയെ എനർജിയുടെ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നു. അത് പ്രകാശത്തെയും, അതായത് ലൈറ്റിനെയും എനർജിയെയും റിഫ്ലക്റ്റ് ചെയ്യുന്നു. കണ്ണാടി ശരിയായ സ്ഥലത്ത് വെച്ചാൽ അത് ജീവിതത്തിലേക്ക് സൗഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരും. പക്ഷേ തെറ്റായ സ്ഥാനത്ത് വെച്ചാൽ ശാന്തിയും വിശ്രമവും നഷ്ടപ്പെടാൻ ഇടവരും. നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് കണ്ണാടി നേരിട്ട് നമ്മുടെ ബെഡിന് നേരെ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ കിടക്കയെ കാണാൻ പാടില്ലെന്ന് പറയുന്നു? രാത്രിയിൽ നമ്മുടെ ശരീരം പൂർണ്ണമായി വിശ്രമിക്കേണ്ട സമയമാണല്ലേ. പക്ഷേ കണ്ണാടി ബെഡിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ചീ എനർജി നിരന്തരം ചുറ്റിക്കറങ്ങും. അത് മനസ്സിന് സമാധാനം കിട്ടാതെ പോകുമെന്നാണ് പറയപ്പെടുക. അപ്പോൾ എന്താണ് ഈ ചീ എനർജി? ഇപ്പം ചിലപ്പോൾ ഈ ഉച്ചാരണത്തിന് നമ്മൾ കീ എന്നോ ചീ എന്നോ ഒക്കെ പറയാറുണ്ട്. ജീവൻ നൽകുന്ന പ്രാണശക്തി അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ് പറയുക. ഇത് നമ്മുടെ ശരീരത്തിലൂടെയും വീടുകളിലൂടെയും പ്രകൃതിയിലൂടെയും ഒക്കെ ഒഴുകുന്ന അദൃശ്യ ശക്തിയാണ്. യോഗയിൽ ഇതിനെ പ്രാണ എന്നൊക്കെ പറയുന്നത് പോലെ ജപ്പാനിലെ കീ പോലെയൊക്കെ തന്നെ നമുക്ക് ചീ എന്ന് ഉച്ചരിക്കാം, അല്ലെങ്കിൽ ചീ എനർജി എന്ന് പറയാം. അപ്പോൾ ഈ ചീ എനർജി എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഫെങ്ഷുയിൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ വീടിനുള്ളിൽ ചീയുടെ ഫ്ലോ, അതായത് ചീ എനർജിയുടെ ഫ്ലോ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ചീ എനർജി വളരെ സ്മൂത്തായിട്ടാണ് ഒഴുകുന്നത് എങ്കിൽ അവിടെ ആരോഗ്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും. എന്നാൽ ചീ എനർജി ബ്ലോക്കായാൽ സ്ട്രെസ്സ്, വഴക്കുകൾ, ഹെൽത്ത് ഇഷ്യൂസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഫെങ്ഷു പ്രകാരം പറയാം. അപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് ഇത്തരം കണ്ണാടിയുടെ സ്ഥാനം ബെഡിന് നേരേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിംബലൈസ് ചെയ്യുന്നതായാണ് വിശ്വസിക്കും. അതുകൊണ്ടാണ് പല ഫെങ്ഷുയി വിദഗ്ധരും സ്ട്രോങ്ലി ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. അപ്പം ബെഡിന് നേരെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം എന്നാണ് ഫെങ്ഷുയി പ്രകാരം പറയാം. അപ്പോൾ ചിലപ്പോൾ രാത്രി കണ്ണാടിയിൽ സ്വന്തം നമ്മുടെ പ്രതിഫലനം കാണുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഭയം, ഒരു റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടാണ് പറയാം. അപ്പം അലമാരയുടെ വാതിലിൽ കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. അത് ഉറങ്ങുമ്പോൾ അടച്ചാൽ ബെഡിന് നേരെ വരുന്ന റിഫ്ലക്ഷനൊക്കെ ഒഴിവാകും. ബെഡിന് നേരെ മിറർ അൺഅവോയ്ഡബിൾ ആണെങ്കിൽ, നിങ്ങൾക്കിപ്പം വീട് വെച്ചതിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രാത്രി അത് ഒരു മനോഹരമായ കർട്ടൻ അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് ക്ലോത്ത് കൊണ്ട് നിങ്ങൾക്ക് മൂടി വയ്ക്കാം. അപ്പം ലിവിങ് റൂമിലോ അതേസമയം ഡൈനിങ് സ്പേസിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കണ്ണാടി വെക്കുന്നത് വെൽത്തും ഹാർമണിയും വർദ്ധിപ്പിക്കുന്നതായാണ് ഫെങ്ഷു പ്രകാരം കരുതപ്പെടുന്നത്. അവസാനമായി പറയേണ്ടത് ഇത്ര മാത്രമാണ്: കണ്ണാടി നമ്മുടെ വീടിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു അലങ്കാരം മാത്രമല്ല, അത് എനർജിയുടെ ദിശ നിശ്ചയിക്കുന്ന ഒരു ശക്തിയും കൂടിയാണ്. അതിനാൽ ബെഡ്റൂമിൽ കണ്ണാടി വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് കിടക്കയ്ക്ക് നേരെ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ ഉറക്കം മനസ്സമാധാനത്തോടെ കിട്ടുകയുള്ളൂ, ബന്ധങ്ങൾ സമൃദ്ധമായി വളരുകയുള്ളൂ, വീടിനകത്ത് ശാന്തിയും സന്തോഷവും നിറഞ്ഞു നിൽക്കും. ഇതുപോലെ മനോഹരമായ ഫെങ്ഷു, വാസ്തു, പോസിറ്റിവിറ്റി ടിപ്സ് നിങ്ങൾക്കും അറിയാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.